നമസ്കാരം. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണത്തിനെതിരെ തുറന്നടിച്ച സിപിഐ. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന നിലപാടിൽ പിന്നോട്ടില്ലെന്ന് സിപിഐ നേതാവ് പി സുനീർ പ്രതികരിച്ചു. ഏകപക്ഷീയമായി എടുക്കേണ്ട തീരുമാനമല്ല ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിണറായി പറഞ്ഞത് പാർട്ടിയുടെ ആകെ നിലപാടാണോ എന്നത് സിപിഐഎം വ്യക്തമാക്കണമെന്നും സുനീർ പറഞ്ഞു. സിപിഐ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് ഈ ഗതി ഉണ്ടാവുമായിരുന്നില്ലെന്നും PM ശ്രീയിൽ ഉൾപ്പെടെ അത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സുനീർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടരുന്ന LDF സമരത്തെ അപകീർത്തിപ്പെടുത്താൻ BJP ശ്രമിക്കുകയാണെന്ന ഗുരുതര ആരോപണവുമായി ഇടതുപക്ഷം. ജനങ്ങളുടെ സഞ്ചാരാവകാശത്തിനായി നടക്കുന്ന സമരത്തെ കുപ്രചരണങ്ങളിലൂടെ തകർക്കാനാണ് BJPയുടെ ശ്രമമെന്ന് LDF. കൊടുങ്ങല്ലൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പുഴുവരിച്ചതും ദുർഗന്ധം വമിക്കുന്നതുമായ ബീഫ് നഗരസഭ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. സ്ഥാപനം അധികൃതർ അടപ്പിച്ചു. കള്ളുഷാപ്പുകളിൽ ഇനി ശുചിത്വത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും കൂടുതൽ പ്രാധാന്യം. എക്സൈസ് വകുപ്പും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയും കൈകോർത്ത് ഓപ്പറേഷൻ ശുദ്ധി എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി സംയുക്ത പരിശോധനകൾ ആരംഭിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടരുന്ന LDF സമരത്തെ അപകീർത്തിപ്പെടുത്താൻ BJP ശ്രമിക്കുകയാണെന്ന ഗുരുതര ആരോപണവുമായി ഇടതുപക്ഷം. ജനങ്ങളുടെ സഞ്ചാരാവകാശത്തിനായി നടക്കുന്ന സമരത്തെ കുപ്രചരണങ്ങളിലൂടെ തകർക്കാനാണ് BJPയുടെ ശ്രമമെന്നാണ് LDF പറയുന്നത്. പുല്ലൂരിലെ സമരകേന്ദ്രത്തിൽ നടന്ന വിശദീകരണ യോഗം മുൻ MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ദേശീയപാത നിർമ്മാണ കമ്പനികൾക്കെതിരെ LDF നടത്തുന്ന രാപ്പകൽ സമരം 18ാം ദിവസത്തിലേക്ക് കടന്നു. നഗരസഭയുമായുള്ള കരാർ പ്രകാരം തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കാത്ത ശിവാലയ ഓറിയന്റൽ കമ്പനികൾക്കെതിരായാണ് സമരം നടക്കുന്നതെന്ന് LDF വ്യക്തമാക്കി. ദേശീയപാത നിർമ്മാണത്തിനായി അമിതഭാരവുമായി മണ്ണു കൊണ്ടുപോയ വാഹനങ്ങൾ നഗരസഭാ റോഡുകൾ തകർത്തതായും കരാർ പാലിക്കാൻ കമ്പനികൾ തയ്യാറായില്ലെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നു. സമരത്തിന്റെ ഭാഗമായി മണ്ണു കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഉപരോധിച്ച ശേഷമാണ് ചില റോഡുകളുടെ പുനർനിർമ്മാണം ആരംഭിച്ചതെന്ന് LDF അവകാശപ്പെട്ടു. കായലോരം റോഡ് പുനർനിർമ്മിച്ചതായും മറ്റു റോഡുകളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും സമരസമിതി അറിയിച്ചു. അതേസമയം ജനകീയ സമരത്തെ അപകീർത്തിപ്പെടുത്താൻ BJP കുപ്രചരണം നടത്തുകയാണെന്നാണ് LDFന്റെ ആരോപണം. ദേശീയപാത നിർമ്മാണ കമ്പനികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് BJPയുടെ ശ്രമമെന്നും അത് നാടിനോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയും വഞ്ചനയുമാണെന്നും LDF നേതാക്കൾ പറഞ്ഞു. മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും അനധികൃത ഭൂമി നികത്തൽ നടന്നിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് LDFന്റെ നിലപാട്. എന്നാൽ അതിന്റെ പേരിൽ കമ്പനികൾക്കെതിരായ ജനകീയ സമരത്തെ തകർക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. പുല്ലൂറ്റിലെ സമരകേന്ദ്രത്തിൽ നടന്ന വിശദീകരണ യോഗം VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട് ശിവാലയക്കാരും ഓറിയന്റൽ കമ്പനിക്കാരും അവരുടെ പണി പൂർത്തീകരിക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവിടുത്തെ പണി പൂർത്തീകരിക്കാതെ ഇവിടെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ BJPക്കാരന്റെ വാർഡിലെന്നോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വാർഡിലെന്നോ ഇല്ലാത്ത രീതിയിലേക്ക് അവർ പോകുമ്പോൾ പൊതുസമൂഹത്തിനുണ്ടാകുന്ന നഷ്ടവും അതുപോലെ തന്നെ നഗരസഭയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടവും നാളുകളിൽ ഏറെ വൈകി തന്നെ ഈ റോഡിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരും പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനവും ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും LDF നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പുഴുവരിച്ചതും ദുർഗന്ധം വമിക്കുന്നതുമായ ബീഫ് നഗരസഭ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ കടുത്ത ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ് പുറത്തുവന്നത്. സ്ഥാപനം അധികൃതർ അടപ്പിക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയ്ക്ക് സമീപത്തെ ഇറച്ചിക്കടയിൽ നിന്നാണ് 10 കിലോയോളം വരുന്ന പഴകിയതും പുഴുവരിച്ചതുമായ ബീഫ് ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തത്. പ്രദേശവാസികളുടെ തുടർച്ചയായ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ അടിയന്തര പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. മൂത്തകുന്നം സ്വദേശിയായ വിൻസെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഇറച്ചിയിൽ പുഴുക്കൾ അരിച്ച നിലയിലായിരുന്നുവെന്ന് പരിശോധനയിൽ വ്യക്തമായി. ആരോഗ്യത്തിന് ഗുരുതര ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ പിടിച്ചെടുത്ത ഇറച്ചി ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ നശിപ്പിച്ചു. സ്ഥാപനത്തിന്റെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കാനും നഗരസഭ നിർദ്ദേശം നൽകി.
ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഈ സ്ഥാപനത്തിനെതിരെ മുൻപും സമാന പരാതികൾ ഉയർന്നിരുന്നുവെന്നും ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ വരും ദിവസങ്ങളിലും കർശന പരിശോധനയും ശക്തമായ നടപടികളും തുടരുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്തെ കള്ളുഷാപ്പുകളിൽ ഇനി ശുചിത്വത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും കൂടുതൽ പ്രാധാന്യം. എക്സൈസ് വകുപ്പും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയും കൈകോർത്ത് ഓപ്പറേഷൻ ശുദ്ധി എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി സംയുക്ത പരിശോധനകൾ ആരംഭിക്കുന്നു. കള്ളിനൊപ്പം വിളമ്പുന്ന ഭക്ഷണങ്ങളുടെ ഗുണനിലവാരവും അടുക്കളകളിലെ ശുചിത്വവും ഉറപ്പാക്കുകയാണ് നടപടിയുടെ ലക്ഷ്യം. കപ്പയും കരിമീൻ പൊള്ളിച്ചതും ബീഫ് ഫ്രൈയും. നാടൻ രുചിയുടെ പേരിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന കള്ളുഷാപ്പുകൾ ഇനി സൂക്ഷ്മ നിരീക്ഷണത്തിൽ. അടുക്കളകളിലെ ശുചിത്വക്കുറവും ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള പരാതികളും ഉയരുന്ന സാഹചര്യത്തിലാണ് എക്സൈസ് വകുപ്പും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയും ചേർന്ന് ഓപ്പറേഷൻ ശുദ്ധി ആരംഭിച്ചത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സംയുക്ത പരിശോധന നടക്കും. അടുക്കളകളുടെ ശുചിത്വം, ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ, പാചകരീതി, സംഭരണ സംവിധാനം, ജീവനക്കാരുടെ ആരോഗ്യ ശുചിത്വ മാനദണ്ഡങ്ങൾ എന്നിവ വിശദമായി പരിശോധിക്കും. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ കണക്കുപ്രകാരം സംസ്ഥാനത്ത് 3913 കള്ളുഷാപ്പുകളാണുള്ളത്. ഇവയിൽ 2310 ഇടങ്ങളിൽ ഭക്ഷണവും വിതരണം ചെയ്യുന്നുണ്ട്. ഭൂരിഭാഗം ഷാപ്പുകളും വാടക കെട്ടിടങ്ങളിലായതിനാൽ ആവശ്യമായ അടുക്കള സൗകര്യങ്ങൾ പല സ്ഥലങ്ങളിലും പരിമിതമാണ്. ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കുകയാണ് പരിശോധനകളുടെ ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗുരുതര വീഴ്ചകൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികളും ലൈസൻസുമായി ബന്ധപ്പെട്ട നടപടികളും സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകുന്നു. മീഡിയ ടൈം, കൊച്ചി. മാളയുടെ ലീഡറും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ 109ാം ജന്മദിനത്തിൽ മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ശേഷം അതിനുശേഷം ജയിക്കാൻ വേണ്ടി ജയിച്ചതിന് ശേഷം ക്യാബിനറ്റിൽ പ്രവർത്തിക്കേണ്ട ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഞാൻ ആദ്യഘട്ടത്തിൽ അവിടെ ഭവനങ്ങൾ നൽകുന്ന സമയത്ത് ഓരോ വീട് അതൊക്കെ സമയത്ത് ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ മൻമോഹൻ ബംഗ്ലാവാണ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. ആർക്കും വേണ്ടാതെ കിടക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞത് അത്ര ഗുണകരമാകില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ അവിടെയാണ് ഇതൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. മാളയിലെ ആളുകളെ സംബന്ധിച്ച് വൈകാരികമായി എടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വീട് എഴുതി കൊടുത്തത്. അത് അലർട്ട് ചെയ്തു. പിന്നീട് പക്ഷേ മറ്റു ചില കാരണങ്ങൾ വന്നപ്പോൾ അത് അനുജയ്ക്ക് മന്ത്രിക്ക് വേണ്ടി കൈമാറേണ്ടതായിട്ട് വന്നു. മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. കെ രവി നമ്പൂതിരി, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, ജിയോ ജോർജ്, സാബു കൈതാരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജോഷി കാഞ്ഞൂത്തറ, സോയി കോലഞ്ചേരി, പോൾസൺ കൊടിയൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പുല്ലൂറ്റ് AK അയ്യപ്പൻ CV സുകുമാരൻ വായനശാലയിലെ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് ഡോക്ടർ UK വിശ്വനാഥൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മുൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള ചടങ്ങുകൾ നമ്മുടെ എല്ലാ ലൈബ്രറികളിലും ഏതാണ്ട് ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈബ്രറികൾ മാത്രമല്ല, റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, മറ്റ് സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, തദ്ദേശ ജനപ്രതിനിധികൾ, MLAമാർ തുടങ്ങി നാടിൻ്റെ സമസ്ത മേഖലകളിൽ ഈ വിദ്യാഭ്യാസ അവാർഡുകളുടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ പുരോഗതിയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് നേടാനായിട്ടുള്ളത്. വിദ്യാഭ്യാസ അവാർഡുകൾ ലതിക വിശ്വനാഥൻ വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS ജയൻ, PN വിനയചന്ദ്രൻ, UK രാധാകൃഷ്ണൻ, അനുപമ TP, മലാല വിഭീഷ്, മിനി സത്യൻ, VK മിനി, രേഷ്മ ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. ദളവ ക്ലബ്ബ് കൊടുങ്ങല്ലൂർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ സന്ദേശ ദീപം കൊളുത്തിക്കൊണ്ട് കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ അതുൽ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ G കിഷോർ മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് ലിജീഷ് അണക്കത്തിൽ, ക്ലബ്ബ് സെക്രട്ടറി ഫിറോസ് പള്ളിപ്പാടത്ത്, പ്രദീപ് പോളക്കുളത്ത്, റഹീം പള്ളത്ത്, അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത്, ഷൈൻ കൊട്ടേക്കാട്, അലിരാഗം, അനിൽ, രനേഷ് കൃഷ്ണ, ഇക്ബാൽ, ഷാഹിൻ, ഷംസു, ഷമീർ, സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടരുന്ന LDF സമരത്തെ അപകീർത്തിപ്പെടുത്താൻ BJP ശ്രമിക്കുകയാണെന്ന ഗുരുതര ആരോപണവുമായി ഇടതുപക്ഷം. ജനങ്ങളുടെ സഞ്ചാരാവകാശത്തിനായി നടക്കുന്ന സമരത്തെ കുപ്രചരണങ്ങളിലൂടെ തകർക്കാനാണ് BJPയുടെ ശ്രമമെന്ന് LDF. കൊടുങ്ങല്ലൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പുഴുവരിച്ചതും ദുർഗന്ധം വമിക്കുന്നതുമായ ബീഫ് നഗരസഭ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. സ്ഥാപനം അധികൃതർ അടപ്പിച്ചു. കള്ളുഷാപ്പുകളിൽ ഇനി ശുചിത്വത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും കൂടുതൽ പ്രാധാന്യം. എക്സൈസ് വകുപ്പും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയും കൈകോർത്ത് ഓപ്പറേഷൻ ശുദ്ധി എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി സംയുക്ത പരിശോധനകൾ ആരംഭിക്കുന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.